നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ 3 മലയാളികളെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കണ്ട ആ സംഭവത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അന്വേഷണം സംഘം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ നിർണായകമായ പല വിവരങ്ങളും പോലീസ് പുറത്തുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം, പുനർജന്മത്തിൽ വിശ്വസിച്ച് അരുണാചൽ പ്രദേശിൽ ജീവനൊടുക്കിയ നവീൻ 8 വർഷത്തിലധികമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എന്നതാണ്. അതിന്റെ തെളിവ് പോലീസിന് കിട്ടി. അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലാണ് നവീനെയും ഭാര്യ ദേവിയെയും സുഹൃത്ത് ആര്യയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ 4മതൊരാൾക്ക് പങ്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. നവീൻ വിശ്വാസത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവിയുമായി പങ്കുവച്ചിരുന്നു. നവീനും ദേവിയും ഇന്റർനെറ്റിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പിന്നീടാണ് ആര്യ ഇരുവരുടെയും വിശ്വാസങ്ങളുടെ ഭാഗമാകുന്നത്. ആര്യയ്ക്കും വ്യത്യസ്ത രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിൽ സന്ദേശങ്ങൾ അയച്ചത് ഒരു വനിതയാണ് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട്. ഈ ഡോൺ ബോസ്കോ ആരാണ്, ഈ അജ്ഞാത മെയിൽ അയച്ച ഡോൺ ബോസ്കോ ആരാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി നിൽക്കുന്നുണ്ട്. എന്തായാലും അത് ഒരു വനിതയാണ് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 പേരുടെയും ചാറ്റുകളും മെയിലുകളും പരിശോധിക്കുകയാണെന്നും ഉടൻ തന്നെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നാളെയോ മറ്റന്നാളോ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഉദ്യോഗസ്ഥർ അറിയിക്കും. ആരുടെയും പ്രേരണയാലല്ല, സ്വന്തം വിശ്വാസം അനുസരിച്ചാണ് 3 പേര് മരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഹോട്ടലിലെ CCTV പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന് മുൻപ് 3 പേരും സന്തോഷത്തിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി. ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരുടെയും പേരെഴുതി ഒപ്പിട്ടിരുന്നു. കൈയക്ഷരം 3 പേരുടേതുമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായി. അരുണാചലിൽ ജീവനൊടുക്കിയവർ പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും ഇവർ ആഗ്രഹിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെയെന്നും പോലീസ് പറഞ്ഞിരുന്നു. പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു. മൂവരുടെയും കഴിഞ്ഞ 4 വർഷത്തെ ജീവിതചര്യകൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു നാൾ പ്രളയം വരും, ലോകം നശിക്കും. അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീന്റെ വിശ്വാസം. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞത്. 1.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു. ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിച്ചിരുന്നു. പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ച് നവീൻ തിരക്കിയിരുന്നു. തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ടെന്റ്, പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പർവ്വതമുകളിലെ ജീവിതത്തിനുമപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രമാണ് മൂവരും അരുണാചലിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.